കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്വയം മാറിയത്. പക്ഷേ ഞാൻ 4 വർഷം ഒരക്ഷരം പാർട്ടിക്ക് വിരുദ്ധമായി ഞാൻ പറഞ്ഞിട്ടില്ല. പാർലമെൻറ്റിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഷാഫി പറമ്പിലിന് ആ മണ്ഡലത്തിൽ ഉള്ള സ്വാധീനം നഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു. വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഷാഫി തന്നെയാണ്, സംശയമൊന്നുമില്ല. സന്ദീപ് വാര്യരുടെ വരവിനെ എന്താണ് തോന്നിയിട്ടുള്ളത്? കോൺഗ്രസിനകത്തേക്ക് ആര് വന്നാലും അത് കോൺഗ്രസിന് പ്രയോജനമല്ലേ? വരവ് നല്ലതാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ചാണ്ടി ഉമ്മന് ഒരു നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് അർഹപ്പെട്ട സ്ഥാനം നൽകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരൊക്കെ വളർന്ന് വന്നാലല്ല നാളെ ഭാവിക്ക് കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ടാവും. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് തീരുമാനമെടുക്കാൻ എളുപ്പമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം പാർട്ടിക്ക് വളരെ ഗുണകരമായിരുന്നു. എല്ലാ സമുദായ നേതാക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ ആരോടും മോശമായി പെരുമാറാറ്. നമ്മൾ പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ നമ്മളെ വിളിക്കുന്ന യോഗങ്ങൾക്ക് പോകണ്ടേ, പരിപാടികൾക്ക് പോകണ്ടേ? അതിനപ്പുറത്തൊരർത്ഥം അതിന് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളോ നഷ്ടങ്ങളോ നമ്മുടെ പാർട്ടിക്കൊരു പരിക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം പറയാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് 2 ഗ്രൂപ്പാണെങ്കിൽ ഇപ്പോൾ 5ഓ 6ഓ ഗ്രൂപ്പാണ്. എത്ര ഗ്രൂപ്പാണെന്ന് ആൾക്കറിയില്ല. ഞാൻ ഏതായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കാനോ ഞാനില്ല. ശരിക്കും കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല മാറി നിന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മാറാൻ പോകുന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. പ്രമുഖ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് കൂടെയുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്ന്. പക്ഷേ AK ആന്റണി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ചർച്ചയല്ല ഇപ്പോൾ നടക്കേണ്ടത്, മറിച്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്ന്. ശരിക്കും അത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമം അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. ഞാനും ആദ്യം മുതൽ തന്നെ ഈ കാര്യം വന്നപ്പോൾ പറഞ്ഞു, ആദ്യം നമ്മുടെ മുമ്പിലുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ 70% പഞ്ചായത്ത് സ്ഥാപനങ്ങൾ അന്ന് പിടിച്ചെടുത്തു. പിന്നീട് നമുക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അത്തരമൊരു വിജയം ആവർത്തിക്കാനുള്ള സന്ദർഭമാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ദൗത്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. കാരണം പ്രവർത്തകൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാണല്ലോ അസംബ്ലി വരുന്നത്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുകയാണെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരും. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷമാണ്. അത് ഒരു അനുഭവ പാഠമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത് മുഖ്യമന്ത്രി ചർച്ച ഒരു നടത്തേണ്ട സമയമല്ല ഇത്. പക്ഷെ മാധ്യമങ്ങളിലടക്കം ചർച്ച നടക്കുന്നത് ഈ വിധമാണ്. അതായത് VD സതീശനും ചെന്നിത്തലയും തമ്മിൽ ഇതിനു വേണ്ടി ഒരു വടംവലി നടക്കുന്നുണ്ട്, അവർ തമ്മിലൊരു പ്രശ്നമുണ്ട് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. ശരിക്കും നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ഒരു വടംവലിയുമില്ല. അതൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം പോലുമല്ല. കാരണം നമുക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഗവൺമെൻറ് ഉണ്ടാവാൻ. അപ്പം കേരളത്തിലെ കോൺഗ്രസ്സിന് കൂടുതൽ ശക്തി പകർന്ന് UDFനെ ശക്തിപ്പെടുത്തി അധികാരത്തിൽ വരാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ളതാണ് ആദ്യത്തെ കാര്യം. കഴിഞ്ഞ തവണ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി വന്ന സാഹചര്യത്തിൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ആ സാഹചര്യമൊന്നുമില്ല. തന്നെയുമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ മാറ്റി പുതിയൊരു ഗവൺമെൻറ് വരുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. അത് എല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും. ഈ ചോദ്യം ചോദിക്കാൻ കാരണം, നേരത്തെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പല പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിന് മുമ്പായിട്ടോ അതിനുശേഷമോ താങ്കളുടെയും അതേ വിഷയത്തിൽ ഒരു പത്രസമ്മേളനം കാണാറുണ്ട്. ആ സമയത്തടക്കം ഇത് ചർച്ചയാകുന്നുണ്ട്. ഇവർ തമ്മിലൊരു മത്സരമുണ്ടോ എന്നുള്ളത് ആ സമയം തൊട്ടൊരു ചർച്ചയാവുന്നുണ്ട്. അല്ല, എനിക്കൊരു മത്സരവുമില്ല. ജനകീയ വിഷയങ്ങളിൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഇടപെടാറുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് AI ക്യാമറ ആരോപണം ഞാൻ കൊണ്ടുപോകും. അതുമായി ഇപ്പം സ്പ്രിംഗ്ലർ നമ്മുടെ ഏറ്റവും വലിയ ശക്തമായ ആരോപണമായിരുന്നു. അത് ഞാൻ അന്നിവിടെ കൊണ്ടു. കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ BOT കരാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കരുത്.
30 വർഷത്തെ കാലാവധി കഴിഞ്ഞു എന്ന വിവരം നമ്മൾ പറയണ്ടേ? അപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പറയാറുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആ ആരോപണങ്ങളെ സർക്കാർ പലപ്പോഴും പുറകോട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സർക്കാരിനെ കൊണ്ട് നിരവധിയായ അവസരങ്ങളിൽ തിരുത്തുകയും ജനവിരുദ്ധ നയങ്ങൾ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിൽ നമ്മൾ പറയാറുണ്ട്. അതിനകത്തൊരു മത്സരമൊന്നുമില്ല. അത് ചോദിക്കാൻ കാരണം താങ്കൾ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് സതീശനെ മന്ത്രിയാക്കാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ടായിരുന്നു എന്ന് താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ആ വിഷമം VD സതീശൻ കാണുമോ? അല്ല, അതൊക്കെ ഇനി കഴിഞ്ഞ കാര്യമല്ലേ, ഇനിയിപ്പോൾ നമ്മൾ വല്ലതും പറഞ്ഞിട്ട് കാര്യം. ആ. ഇങ്ങനെയുള്ള ചർച്ചകൾക്കിടയിലും സാമുദായിക നേതാക്കളുമായി താങ്കൾ നടത്തുന്ന ചർച്ച അല്ലെങ്കിൽ താങ്കൾ അവരുടെ പരിപാടിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് പറയുന്നത് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളിൽ പോകുന്നതും ഇത്തരത്തിലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് എന്ന് പറയുന്നതിനോട് എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് എന്നും എല്ലാ സമുദായങ്ങളും സമുദായ നേതാക്കന്മാരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്നല്ല, പണ്ട് കാലം മുതൽ. കാരണം കോൺഗ്രസ്സിനൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ് ഉള്ളത്. ആരെയും മാറ്റി നിർത്തുകയല്ല, എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞാൻ എല്ലാ സമുദായ നേതാക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ ആരോടും മോശമായി പെരുമാറാറ്. മാത്രവുമല്ല, അവർ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും പണ്ടും പോകാറുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. ഞാൻ ശിവഗിരി കഴിഞ്ഞ 10-40 വർഷമായിട്ട് പരിപാടി പങ്കെടുക്കുന്ന ആളാണ്. ഒരു പുതുമയില്ല. NSSൻ്റെ പരിപാടികളിൽ കഴിഞ്ഞ 11 വർഷത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. 11 വർഷത്തിന് ഇപ്പോൾ ഒരു ഗ്യാപ്പുള്ളത്. സമസ്തയുടെ ഇപ്പോൾ പട്ടിക്കാട് നടന്ന ജാമിയ നൂറിയ സമ്മേളനം, അതിൽ കഴിഞ്ഞ തവണ എന്നെ വിളിച്ചിരുന്നു, ഇത്തവണയും വിളിച്ചു. അപ്പോൾ അത് KPMSൻ്റെ യോഗങ്ങൾ പണ്ടും എന്നെ വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട KPMSൻ്റെ സമ്മേളനത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒറ്റയാളേ ഉള്ളൂ, ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന യോഗം നമ്മൾ സ്വാഭാവികമായും നമ്മൾ പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ നമ്മളെ വിളിക്കുന്ന യോഗങ്ങൾക്ക് പോകണ്ടേ, പരിപാടികൾക്ക് പോകണ്ടേ? അതിനപ്പുറത്തൊരു അർത്ഥം അതിന് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴതിനെ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് ആളുകൾ വഴിതിരിച്ചു വിടുന്നത്? അതായത് ഇപ്പോൾ കൂടുതൽ സജീവമാകാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുമായുള്ള പിണക്കമൊക്കെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് മാറ്റുകയാണ് എന്നടക്കമുള്ള ചർച്ചകൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത്? അത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ സജീവമായതുകൊണ്ടാണ്. പണ്ട് കാലത്തൊന്നും മാധ്യമങ്ങൾ ഇത്ര സജീവമല്ലായിരുന്നു. ഇപ്പോൾ വളരെ സജീവമാണ്. നമ്മുടെ ഓരോ ചലനവും അവർ പിടിക്കും. ഇന്നലെ ഞാൻ 13 വർഷമായി പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും നടത്തുന്ന ഒരു സമരഭൂമിയിലേക്കാണ് ഞാൻ പോയത്. അവരെന്നെ വിളിച്ച് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പട്ടികവർഗ്ഗ വിഭാഗങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി എല്ലാ വർഷവും ജനുവരി 1-ന് ഞാനൊരു പട്ടികജാതി കോളനിയിലായിരിക്കും, അവരോടൊപ്പം ആയിരിക്കും. അപ്പോൾ ആ പദ്ധതി, അതുകൊണ്ട് അവരെന്നെ ഈ പരിപാടിക്കും വിളിച്ചു, ഞാൻ പോയി. പരിപാടികൾക്ക് നമ്മളെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിച്ചാൽ പോവില്ലേ? അതിനപ്പുറത്തേക്ക് മറ്റൊരർത്ഥം അതിന് കാണണ്ട. അന്തരിച്ച ഉമ്മൻചാണ്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന കാലത്ത് നിങ്ങൾ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് തീരുമാനമെടുക്കാൻ എളുപ്പമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം പാർട്ടിക്ക് വളരെ ഗുണകരമായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ നിര്യാണം പാർട്ടിക്കും നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറ്റിയപ്പോഴടക്കം ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു മാറ്റി നിർത്തൽ മനഃപൂർവ്വമായി സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാറണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്വയം മാറിയേനെ. മാറാതിരുന്ന നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ട് പോലും, ഉമ്മൻചാണ്ടി പോലും ചോദിച്ചിട്ട് പോലും ഹൈക്കമാൻഡിൽ നിന്നൊരു മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എൻ്റെ പേര് ഉമ്മൻചാണ്ടി തന്നെ നിർദ്ദേശിച്ചത്. അപ്പോൾ അത് പിന്നീട് മാറിയ സാഹചര്യത്തിൽ വിഷമമുണ്ടായെന്നുള്ള സത്യമാണ്. പക്ഷേ ഞാൻ 4 വർഷം ഒരക്ഷരം പാർട്ടിക്ക് വിരുദ്ധമായി ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസ്സിനകത്ത് എത്രയോ നേതാക്കന്മാർ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമായിരുന്നെങ്കിൽ അവർ പറയേണ്ടത് എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം എന്നെ വിളിപ്പിച്ചതാണ്. വിളിപ്പിച്ച ശേഷം എനിക്ക് പിന്നെ ഒരു പരാതിയുമില്ലായിരുന്നു. 4 വർഷവും ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ്.
ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ സംസ്ഥാനത്തിന്റെ ചുമതല നൽകി അവിടേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും മറുത്തു പറയണം എന്നോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടെ എന്ന് ചോദിക്കണമെന്നോ തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ഒരിക്കലുമില്ല. പാർട്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതല അത് ഭംഗിയായി നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ സമീപനം. ഉം. ഞാൻ എത്രയോ കാലങ്ങളായി ഞാൻ പാർട്ടിക്ക് വേണ്ടി വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏറ്റവും കുറച്ച് കാലം മന്ത്രിയായിരുന്ന ആൾ ഞാനാണ്. ആദ്യം 10 മാസം, ഇപ്പോൾ 2 വർഷം. എൻ്റെ ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഞാനൊരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല, ഉം. ഇപ്പോഴും പറയുന്നില്ല. ഉം. ഇപ്പൊ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് എന്തെങ്കിലും ഒരു പരാതിയോ എന്തെങ്കിലും ഒരു വിഷമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ തുറന്നു പറയണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു തുറന്നു പറച്ചിലിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ലേ? അതെൻ്റെ പാർട്ടിക്ക് ദോഷകരമാണെങ്കിൽ ഞാൻ പറയില്ല. വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളോ നഷ്ടങ്ങളോ നമ്മുടെ പാർട്ടിക്ക് ഒരു പരിക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം പറയാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉം. ഇപ്പോൾ വേറൊരു വാർത്ത വരുന്നത് ഐ ഗ്രൂപ്പിനെ ശക്തമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു, ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചില യോഗങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ ഗ്രൂപ്പിന് അതീതമായാണ് ഇനി കോൺഗ്രസ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും പാർട്ടിയുടെ തലപ്പത്തുള്ള സ്ഥാനത്തേക്ക് വരികയെന്ന് അടക്കം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്കുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഒരു ശരിക്കും? അങ്ങനെ ശ്രമവുമില്ല. പണ്ട് 2 ഗ്രൂപ്പാണെങ്കിൽ ഇപ്പോൾ 5ഓ 6ഓ ഗ്രൂപ്പാണ്. എത്ര ഗ്രൂപ്പാണെന്ന് ആൾക്കറിയില്ല. ഞാൻ ഏതായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കാനോ ഞാനില്ല. ഉം. ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ ഈ വി ഡി സതീശനും കെ സുധാകരനും തലപ്പത്ത് വന്നതിന് ശേഷം കോൺഗ്രസിൽ ഒരു ശക്തമായ ഒരു മാറ്റം ഉണ്ടായതായിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത് ഓരോ കാലഘട്ടങ്ങളിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ ഉള്ള ആളുകൾക്ക് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ബാധ്യതയുണ്ട്. അതവർ നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവർ വന്നതിൽ എന്തെങ്കിലും എതിർപ്പ് നേതാക്കളിൽ ഉണ്ടായിരുന്നോ? ഈ മുതിർന്ന പല നേതാക്കളിലും. അഭിപ്രായങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും. പക്ഷേ പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ എല്ലാവരും അംഗീകരിക്കും. അതാണ് സ്ഥിതി. ഉം. ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്തോറും ഇപ്പോൾ ഈ ഉപതിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് അടക്കമുള്ള തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. അപ്പോൾ വരും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത്? കോൺഗ്രസ്സിന് നല്ല വിജയ പ്രതീക്ഷയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉള്ളത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ മുതൽ തന്നെ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം നിയമസഭയിലും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾക്കാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ പാലക്കാടാണെങ്കിലും രാഹുലിന്റെ വിജയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഷാഫി പറമ്പിലിൻ്റേത്. ഷാഫി പറമ്പിൽ എന്ന നേതാവിനും ആ ഒരു വിജയത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നവരും കുറവല്ല. എന്ത് തോന്നുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ ഒരു വരവിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? വരവല്ലല്ലോ, അദ്ദേഹം അവിടെ 3 തവണ MLA ആയ ആളല്ലേ. ഉം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിജയത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടല്ലോ. അപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഷാഫി പറമ്പിലിന് ആ മണ്ഡലത്തിൽ ഉള്ള സ്വാധീനം നഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു. വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഷാഫി തന്നെയാണ്, സംശയമൊന്നുമില്ല. PV അൻവർ കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അൻവറിന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. കാരണം കോൺഗ്രസിലേക്ക് വരണം എന്ന് അദ്ദേഹം അത്തരത്തിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഇപ്പോൾ പ്രസ് മീറ്റിലടക്കം വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തനിക്കൊരു കവചമൊരുക്കാൻ കോൺഗ്രസ് തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. PV അൻവർ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഉപകാരപ്രദമായിരിക്കുമോ? കോൺഗ്രസ് PV അൻവർ പണ്ടും കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോഴും ഖത്തറായിരുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്താലിക്കുട്ടിക്കാരനെ ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം AICC മെമ്പറായിരുന്നു. ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പോരാളിയായിരുന്നു അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് കോൺഗ്രസ് വരണമെങ്കിൽ അത് വരുന്നതിന് ഞാനെതിരൊന്നുമല്ല. പക്ഷേ അത് പാർട്ടിയും മുന്നണിയും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. സന്ദീപ് വാര്യരുടെ വരവ് അത് എത്രത്തോളം ഉപകാരപ്രദമായിട്ടുണ്ടാവും? കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം അത് ശക്തമായൊരു നീക്കത്തിലേക്കായിരുന്നു പോയത്, അല്ലെങ്കിൽ അദ്ദേഹം വന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ പല നേതാക്കളും പ്രതികരിക്കുന്നത് കണ്ടു. സന്ദീപ് വാര്യരുടെ വരവിനെ എന്താണ് തോന്നിയിട്ടുള്ളത്? കോൺഗ്രസിനകത്തേക്ക് ആര് വന്നാലും അത് കോൺഗ്രസിന് പ്രയോജനമല്ലേ. വരവ് നല്ലതാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്, സന്ദീപ് വാര്യർ മുൻനിരയിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ KPCC അടക്കം വരാൻ സാധ്യതയുണ്ടെന്ന് അടക്കം പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? അത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. എന്ത് പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളത് പാർട്ടി നേതൃത്വമാണ്. ഇപ്പോൾ അണികൾക്കിടയിൽ ഒരു ആവേശമുണ്ടല്ലോ. കാരണം ഇപ്പോൾ ശക്തമായൊരു ഭരണവിരുദ്ധതയുണ്ട് എന്ന തരത്തിലാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ അണികൾക്കിടയിൽ അടക്കമുള്ള ഒരു വികാരത്തെ എന്താണ് തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാനതാണല്ലോ പറഞ്ഞത്.
കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധമായൊരു ഗവൺമെൻറ്റാണിത്. 8 വർഷം ആകുന്നു. ഈ നാടിന് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായിട്ട് വരും. ഇനിയിപ്പോഴും അത് വരാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കിറ്റ് കെട്ടിക്കഴിയുമ്പോൾ മലയാളി ഇതെല്ലാം മറന്നു പോകും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതെങ്കിലും സൗജന്യം പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഈ ദ്രോഹവും അഴിമതിയും കൊള്ളയും ആളുകൾ മറക്കുമോ? മറക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ആളുകൾ എന്നോട് പറയും, എൻ്റെ പൊന്നു സാറേ ക്ഷമിക്കണം, ഞങ്ങൾ ആ കിറ്റ് കിട്ടിയപ്പം പട്ടിണിയും ദുരിതവുമായിരുന്നു. ആ കിറ്റ് കിട്ടിയപ്പോൾ എല്ലാ അഴിമതിയും കൊള്ളയും മറന്നു. ഇങ്ങനൊരു ഗവൺമെൻറ് വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. സ്ത്രീകൾ അടക്കം, പ്രായം ചെന്ന സ്ത്രീകളടക്കം പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ സ്പ്രിംഗ്ലർ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾ കൊണ്ടുവന്നിരുന്നു, AI അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ നിരന്തരം ഈ പത്രസമ്മേളനം വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും പെട്ടെന്ന് കേൾക്കുന്ന ജനങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതിനാലായിരിക്കുമോ അന്ന് ഇതൊന്നും വലിയ ചർച്ചയിലേക്ക് പോകാതെ പോയത്? അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, അത് കോവിഡ് കാലമായിരുന്നു. കോവിഡ് കാലത്ത് മനുഷ്യന് വെളിയിലിറങ്ങാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM ചെയ്യുന്ന പോലെ പ്രവർത്തനം ചെയ്യില്ല. അപ്പോൾ വീടാന്തരം കയറി ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയത്ത് കോവിഡായിപ്പോയി. മാസ്കും ധരിച്ച് 5 പേരിൽ കൂടുതലെങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥ. അതൊരു പ്രധാനപ്പെട്ട ഘടകം. 2, കോവിഡ് കാലത്ത് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റാണേലും, മമതാ ബാനർജി ആയപ്പോഴും മറ്റ് ഗവൺമെൻറ്റുകളാണ് ഇപ്പോഴും, ലണ്ടനിലെ ബോറിസ് ജോൺസൻ്റെ ഗവൺമെൻറ്റാണ് ഏറ്റവും അൺപോപ്പുലർ ഗവൺമെൻറ്റായിരുന്നത്. അവർക്കൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് കിട്ടി. കാരണം ജനങ്ങൾ ധരിക്കുന്നത് ഗവൺമെൻറ് ഒരു രക്ഷകനായിട്ടാണ്. സൗജന്യ അരി, സൗജന്യ ഭക്ഷണം, സൗജന്യമായ മരുന്നുകൾ, പിന്നെ അതുപോലെ തന്നെ പെൻഷൻ, ഇതെല്ലാം കിട്ടുമ്പോൾ ആളുകൾ ധരിക്കുന്ന ഗവൺമെൻറ് തരുന്നതാണെന്ന്. 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളും അഴിമതിയും ഒന്നും അവിടെ പ്രതിഫലിച്ചില്ല. ഇതറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പ്രതിഫലിച്ചില്ല. ഗവൺമെൻറ്റിനെ കൊണ്ട് ഞാൻ എല്ലാം പിൻവലിപ്പിച്ചില്ലേ? ആഴക്കടൽ മത്സ്യബന്ധനം, സ്പ്രിംഗ്ലർ അഴിമതി, പമ്പ മണൽക്കടത്ത്, അതുപോലെ ബിവറേജസ് കോർപ്പറേഷനിലെ അഴിമതി ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതികളും വന്നുകൊണ്ടെന്ന് ഗവൺമെൻറ് ആ അഴിമതികളൊക്കെ പിൻവലിച്ചോടി. ഒരു കാലത്തും ഇതുപോലെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ഗവൺമെൻറ് തിരുത്തിയിട്ടില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു വിജയമാണ്. പക്ഷേ അത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടാണ് പ്രതിഫലിക്കാതെ പോയത് എന്നത് സത്യമാണ്. നിലവിലിപ്പോൾ ഈ ഭരണം തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഒരു പിണറായി സർക്കാർ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും ആ പാർട്ടിക്കും അതുപോലെ ആ ഭരണത്തിന് സംഭവിക്കുക എന്നാണ്? ഇപ്പം തന്നെ തുടർഭരണത്തിൻ്റെ അപജയമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാണുന്നത്. ബംഗാളിൽ എന്ത് സംഭവിച്ചോ അതിവിടെ സംഭവിക്കുകയാണ്. നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ മുതൽ സംസ്ഥാന നേതാക്കന്മാർ വരെ വലിയ തോതിലുള്ള അഴിമതിയും കൊള്ളയും കാണിക്കുന്നു. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഭരണത്തെ ദുരുപയോഗപ്പെടുത്തുന്നു. ഇതിൻ്റെ ഫലമായി ജനങ്ങളിൽ നിന്ന് അകലുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തുടർഭരണം ഒരിക്കലും കേരളത്തിന് ഗുണകരമല്ല എന്ന് ഇപ്പോഴത്തെ തുടർഭരണം തെളിയിക്കുകയാണ്. മാറി മാറി ഗവൺമെൻറ് വന്നാൽ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാവും. അതുണ്ടാകാതെ പോയതാണ് കേരളത്തിനുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞൊരു തവണ ഒരു പ്രതികരണം നടത്തിയത്, പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടത്തിയത്, പലപ്പോഴായി അവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മതിയായ സ്ഥാനം കിട്ടാത്തതും അതുപോലെ തന്നെ അർഹതപ്പെട്ട രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതും പറയുന്നു. അത്തരത്തിലൊരു നീക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു യുവ നേതാക്കൾക്ക്, ഇപ്പോൾ വരുന്നൊരു നേതാക്കൾക്ക് അത്തരത്തിലൊരു പരിഗണന കിട്ടാത്തൊരവസ്ഥയുണ്ടോ ശരിക്കും? ചാണ്ടി ഉമ്മന് ഒരു നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഒരു അംഗീകാരം ലഭിക്കും. അതോടൊപ്പം തന്നെ KSUവിലും യൂത്ത് കോൺഗ്രസ്സിലുമൊക്കെ പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. അദ്ദേഹത്തിന് അർഹപ്പെട്ട സ്ഥാനം നൽകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരൊക്കെ വളർന്നു വരട്ടെ. അവരൊക്കെ വളർന്നു വന്നാലല്ല നാളെ ഭാവിക്ക് കോൺഗ്രസ്സിന് പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുകയും വളർത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം BJPക്ക് വലിയൊരു പ്രതീക്ഷ കാണുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നതിൽ ഒരർത്ഥമുണ്ടോ? എല്ലാ 140 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അല്ലെ സിനിമാ നടന്മാരെ കിട്ടത്തില്ലല്ലോ. അത് ഇതിനിടെ ഒരു പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടതല്ല, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ല, സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സൂര്യയെ കണ്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നത്. JBയുമാണ് സൂര്യ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. മലയാള സിനിമകൾ അത്തരത്തിൽ വീക്ഷിക്കാറുണ്ടോ? സമയം കിട്ടുമ്പോഴൊക്കെ. ഏതാ മലയാള സിനിമയിൽ ഇപ്പം അടുത്ത് കണ്ട സിനിമ ഏതായിരിക്കും?
അടുത്ത കാലത്തൊന്നും സിനിമ കണ്ടിട്ടില്ല അല്ലേ? അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഇഷ്ടപ്പെട്ട നടൻ ആരായിരിക്കും? സിനിമ കാണാൻ ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ മാറി ഈ രണ്ട് പേരെ എനിക്കിഷ്ടമാണ്. മമ്മൂട്ടിയെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. ആ. പുതിയ നടന്മാരിൽ എനിക്ക് നമ്മുടെ പിന്നെ ഫഹദിനെ എനിക്കിഷ്ടമാണ്. ആ. എവിടെയാണ് ഫഹദ് ഫാസിൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. ആ ഓക്കെ. ഇപ്പോൾ രമേശ് ചെന്നിത്തല എവിടേക്ക് പോകുന്നു, രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടികൾ, അതൊക്കെ മറ്റൊരു തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ നിരന്തരം ഉത്തരം പറയേണ്ടി വരുന്നത് ഒരു പ്രയാസപ്പെടുത്തുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ചർച്ചയല്ല നടത്തുന്നതെന്ന് നിരന്തരം മാധ്യമങ്ങളോടാണെങ്കിലും പലരോടും അഭിപ്രായം പറയേണ്ടി വരുന്നൊരു സാഹചര്യമില്ല ഇപ്പോൾ. അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ? പൊളിറ്റിക്സ് നിൽക്കുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് നമ്മളെ പത്രക്കാരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഓടിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് പെട്ടെന്നുണ്ടായിരുന്നൊരു വാർത്തയായിരുന്നു, മറ്റ് സംസ്ഥാനത്തിൻ്റെ ചുമതല കിട്ടിയപ്പോൾ ഇനി രമേശ് ചെന്നിത്തല കേരളത്തിലില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പോവുകയാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. അദ്ദേഹത്തെ മനഃപൂർവ്വം ഒതുക്കിക്കൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കടത്തുകയാണ് എന്നടക്കം വരുന്നു. ശരിക്കും കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല മാറി നിന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നാറാൻ പോകുന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ടാവും, ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. ആ സമയത്തൊക്കെ പെട്ടെന്നായിരുന്നു ചർച്ചകളിൽ BJP നേതാക്കൾ അടക്കം പറയുന്നു, അത് രമേശ് ചെന്നിത്തലയെ മാറ്റിയില്ലേ നിങ്ങൾ, ഹസനെ മാറ്റിയില്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സ്നേഹം അവരുടെ ഭാഗത്തു നിന്ന് പ്രകടമായിരുന്നല്ലോ. അതൊക്കെ അവരുടെ തന്ത്രമാണ്. നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതിലൊന്നും നമ്മളാരും വീഴാൻ പാടില്ല. ഓക്കെ. ഇപ്പോൾ അവസാനമായിട്ടൊരു ചോദ്യമാണ്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം വന്നപ്പം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, രണ്ട് രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു അഭിപ്രായം നടത്തുമ്പം അതിന് കുറച്ചുകൂടി സൂക്ഷ്മത വരുത്തണം എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് തന്നെ സംസാരിക്കണം. അതിപ്പം അണി റോസിനോട് മാത്രമല്ല, ആരോട് സംസാരിച്ചാലും അത് ബോച്ച അല്ല, ആര് സംസാരിച്ചാലും അത് ഒരു മാന്യതയോടെ സംസാരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഹണി റോസിനെതിരെ തന്നെ കമൻറ്റ് പറയുന്നവരുണ്ട്, അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അടക്കം അവർക്കെതിരെ കമൻറ്റ് പറയുന്നവരുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു അവസരത്തിൽ ഒരു സ്ത്രീ തൻ്റെ ഇടത്തോടെ അതിനൊരു ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പം ശക്തമായൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ? എന്നിട്ട് സമൂഹത്തിൽ നിന്നും ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അമ്മയെ കൊന്നാലും രണ്ട് അഭിപ്രായമുള്ള നാടാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പൊതു ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെല്ലാവരും പാലിക്കണം. എന്നാൽ മാത്രമേ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ മറ്റൊന്ന്, സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ CPM-നകത്ത് തന്നെയാണെങ്കിലും അവരിൽ നിന്നൊരു എതിർശബ്ദം ഉയർന്നു കേൾക്കുന്നു. ശരിക്കും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല? CPM-ൻ്റെ ശൈലി വെച്ച് പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിനകത്ത് വലിയ തോതിലുള്ള അമർഷം, ജീർണത, അഭിപ്രായ വ്യത്യാസം, ഇതെല്ലാം CPM-നകത്തുണ്ട്. PV അൻവറിൻ്റെ പുറത്തേക്കുള്ളൊരു വരവും അടക്കം അതിൻ്റെ ഒരു ഉദാഹരണമായി കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ പുറത്തു വരുന്നതിൻ്റെ ഒരു സൂചനയല്ലേ PV അൻവറിൻ്റെ നീക്കങ്ങൾ. അപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്, അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അൻവറുടെ ഒരു പ്രത്യേകത. അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി സാർ, ഇത്രയും സമയം നമ്മളോട് പ്രതികരിച്ചു. താങ്ക് യു വെരി മച്ച്.